മീനാക്ഷി 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 ബാലഗോപാലിനെ നല്ല വിശപ്പ് കാണും. പതുക്കെ തുടങ്ങും. ഞാൻ ഓരോന്നോരോന്നായിട്ട് കൊണ്ടുവരാം. വളരെ പതുക്കെ കൊണ്ടുവന്ന് തന്നാ മതി. ഒരു മല മുഴുവൻ വിഴുങ്ങാനുള്ള വിശപ്പുണ്ട് എനിക്ക്. വിശപ്പുണ്ടെന്ന് കരുതി എന്നെ പിടിച്ച് വിഴുങ്ങിയേക്കല്ലേ. കൊമ്പനാനെ കുളിപ്പിക്കാൻ പോകുന്നത് കണ്ടല്ലോ ആ മീനാക്ഷി പാപ്പാൻ. കാർത്തിക്ക് നാണമില്ലേ കാർത്തിക്? അവള് പറയുന്ന ഈ പേക്കൂത്തുകൾക്കൊക്കെ നിന്നു കൊടുക്കാൻ. കാർത്തിക് ഒരു കൊമ്പനാന തന്നെയാ. പേഴ്സണൽ ലൈഫിൽ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന ഒരു കൊമ്പൻ. പക്ഷേ ഇവളുടെയൊക്കെ മുമ്പിൽ ഇങ്ങനെ തരം താഴരുത്. ഇതൊക്കെ ഒരു തമാശയല്ലേ മൈഥിലി? തമാശയോ? എന്ത് തമാശ? ആ വിവരമില്ലാത്ത പെണ്ണ് എന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ച് അതിന് നിന്നു കൊടുക്കരുത്. ഇതൊക്കെ വളരെ വളരെ ചീപ്പാ കാർത്തിക്. അതേടി, ചീപ്പാ, വളരെ ചീപ്പാ. ഞാൻ എന്റെ ഭർത്താവിനെ കുളിപ്പിക്കുന്നത് ചീപ്പാ. നീ വല്ല പുരുഷന്മാരുടെയും പുറകെ പോകുന്നത് ചീപ്പല്ല. ദേ എടി പൊടിന്ന് വിളിച്ചാലേ നിന്റെ താടിക്കിട്ട് ഞാൻ തട്ടും. ഒരു കൊലസ്ത്രീ വന്നിരിക്കുന്നു. എന്ത് മാന്യതയുള്ളവളാണെന്ന് അറിയാവോ? അവള് കണ്ടവരുടെയൊക്കെ ബെഡ്റൂമിന്റെ മുൻപിൽ വന്ന് താക്കോൽ പഴുതിലൂടെ അകത്തേക്ക് നോക്കുന്ന ഒന്നും ചീപ്പല്ല. ദേ എന്റെ ഭർത്താവിന്റെയും കാര്യത്തിൽ വന്ന് ഇടപെട്ടേക്കരുത്, കേട്ടോടി? പോട്ടെ മീനാക്ഷി, നീ എനിക്ക് ഫുഡൊന്ന് വിളമ്പിത്ത. നല്ല ടേസ്റ്റ്. ഞാനൊന്ന് ആസ്വദിച്ച് കഴിക്കട്ടെ. ഇവള് മറ്റുള്ളവരുടെ തല്ല് മേടിക്കാൻ വേണ്ടി ജനിച്ചവളാണെന്നാ തോന്നുന്നത്. അങ്ങനെ നമ്മുടെ കുളി സീൻ എല്ലാരും കണ്ടല്ലേ? സീൻ പിടിക്കാൻ നടക്കുന്നവരൊക്കെ കണ്ടുള്ളൂ. ബാക്കിയുള്ളവർക്കൊക്കെ വേറെ പണിയുണ്ട്. ചിലരൊക്കെ കാണാൻ വേണ്ടി തന്നെയാ ഞാൻ ACP കുളിപ്പിച്ചത്. ഇങ്ങോട്ട് വന്നേ. കള്ള എന്റെ മീനാക്ഷി ഇങ്ങനെ അടുത്ത് നിന്ന് വിളമ്പി തരുമ്പോ ഈ ഫുഡിന് എന്തെന്നില്ലാത്തൊരു ടേസ്റ്റ്. എന്താ അത്? അയ്യോ, എന്താ ഇത്? അമ്മേ, ACP ഒന്ന് ഓടി വരണേ. ഇവള് എന്താ മോളെ? എന്താ അമ്മേ, എന്ത് പറ്റി മോളെ? നീ കണ്ടില്ലേ? എന്താ എന്തു പറ്റി?
നീ എന്ത് കാണിച്ചതടി ഇത്? കാർത്തിക്ക് ഉള്ളിച്ചമ്മന്തി ഇഷ്ടമാണല്ലോ. അപ്പൊ ഞാൻ പെട്ടെന്നൊരു ഉള്ളിച്ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടി കത്തി എടുത്തതാ. കൈ മുറിഞ്ഞു. അവളുടെ ഒരു ഉള്ളിച്ചമ്മന്തി. ഉള്ളി മുറിക്കുമ്പോ വിരലിൽ കൊണ്ടാ മനസ്സിലാവും. ഇതെന്തിനാടി കൈത്തണ്ട മുറിച്ചത്? അയ്യോ, ഞാൻ കൈത്തണ്ട മുറിച്ചതല്ല. നിർത്തടി. എന്റെ മോന്റെ സിമ്പതി കിട്ടാൻ വേണ്ടി അവളുടെ ഒരു തരികിട വേല. ഇവളെ വേലവേലായുധൻ നമ്പ്യാരുടെ മകളാണെന്ന് തോന്നുന്നു. അയ്യോ, വേദന കൊണ്ട് എനിക്ക് വയ്യായേ. ഇനി എത്രയും പെട്ടെന്ന് ആരെങ്കിലും ഒന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കും. അയ്യോ ദേ, ഇവളുടെ കൈക്ക് ഹാർട്ട് അറ്റാക്ക്. ആ, കൈക്ക് ബ്ലോക്ക് ഉണ്ടാവും. കൈയുടെ ECG എടുക്കണം. കാർത്തിക്, നീ വാ, എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്. ദൈവമേ, അവളുടെ കയ്യ്. അവളുടെ കൈക്ക് ഒന്നുമില്ല. അതവളുടെ അഭ്യാസം. നീ ഇങ്ങോട്ട് വന്നേ. കാർത്തി, ഈ സിറ്റുവേഷനിൽ എന്നെ ഇട്ടിട്ട് പോവല്ലേ. ഞാൻ രക്തം വാർന്ന് ചത്തുപോകും. എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോ. ദൈവമേ, ഞാൻ ഇവളൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോട്ടെ. നിന്നോട് ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞേ? ഇങ്ങോട്ട് വന്നേ. അടക്ക. എന്നെ ഉപേക്ഷിച്ച് പോവല്ലേ കാർത്തി. കൂവാതിരി. അവളുടെ ഓരോരോ നാണം കെട്ട നമ്പറുകള്. എടി, ഇതൊക്കെ ഏതൊരു പൊട്ടന് മനസ്സിലാവുന്ന കാര്യങ്ങളാ. ദൈവമേ, ഇവൾ ഇത്രയും തറയായി പോയല്ലോ. സ്വയം കൈമുറിച്ച് സെന്റിമെന്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നു. വിട്ടി. എന്താ മോനെ ഇത്? എത്ര പ്രാവശ്യമായി ഞങ്ങളിത് പറയുന്നു. പറഞ്ഞ് ഞങ്ങൾക്ക് തന്നെ നാണക്കേടായി തുടങ്ങി. നീ എന്താ ഇങ്ങനെ? എന്താ നിന്റെ ഉദ്ദേശം? ദൈവമേ, എടാ, ഒരിക്കൽ കൂടെ ഞാൻ ചോദിക്കാം. ഇവളെവിടെ ഇങ്ങനെ നിർത്താനാണോ നിന്റെ ഉദ്ദേശം? അത് എടാ, എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്ന അവളെ എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ചു വെക്കും. അങ്ങനെ കാര്യങ്ങൾ ചെന്നെത്തിയാൽ എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥ? അത് മാത്രല്ല മോനെ, തട്ടിയും മുട്ടിയൊക്കെ നിൽക്കുന്നുണ്ടെങ്കിലും മീനാക്ഷി ഒരു പെൺകുട്ടിയല്ലേ? അവള് നിന്റെ ഭാര്യയല്ലേ? അവൾ ഇതെങ്ങനെ സഹിക്കും? ഈ മൈഥിലി നിന്നോട് കാണിക്കുന്ന അതിർവിട്ട പെരുമാറ്റങ്ങളൊക്കെ അവൾക്കൊരു പരിധി വരെയല്ലേ സഹിക്കാൻ പറ്റൂ? ഒരു പ്രാവശ്യം കൂടി ഈ അമ്മ നിന്നോട് അപേക്ഷിക്കാം. നീ ആ മൈഥിലിയുടെ കാര്യത്തില് അവസാനമായിട്ടൊരു തീരുമാനം എടുക്കണം. ദൈവമേ, അവളിൽ നിന്ന് ആ ഡിവോഴ്സ് ഒന്ന് കിട്ടിക്കോട്ടെ. തെറ്റ് അവളുടെ ഭാഗത്താണെങ്കിലും ഞാൻ എന്തെങ്കിലും കോമ്പൻസേഷൻ കൂടെ കൊടുത്ത് അവളെ പറഞ്ഞേക്കാം. നീ അതിന് കാത്തിരിക്കുമ്പോ അവൾ ഈ കുടുംബം കലക്കി പരുന്തിന് കൊടുക്കും. അവളുടെ പുറപ്പാട് അതിനാ. അവൾ പുറമെ പോയി എന്തെങ്കിലും ചെയ്താ അത് അവളുടെ തലയിലെഴുത്ത്, കയ്യിലിരിപ്പിന്റെ പ്രതിഫലം. എടാ മോനെ, നീ ഇവളെ നിന്റെ കമ്മീഷണറിന് മുന്നിൽ ഹാജരാക്കി നിന്റെ ഭാഗം ക്ലിയർ ചെയ്തതല്ലേ? പിന്നെ എന്തിനാ ഇത്ര പേടി? പേടിയല്ല ദൈവമേ, ദയാണ് ദയ. എന്തിനാടാ നിന്നെ കരയിപ്പിച്ചവളോട് ഇത്ര ദയ? ദൈവമ്മയെ കരയിപ്പിച്ചവരോട് ദൈവമ്മയ്ക്ക് ദയയില്ലേ? ദേവമ്മയുടെ ജീവിതം തുലച്ചവരോട് വരെ ദൈവമ്മ ക്ഷമിച്ചു. ആ ദൈവമ്മ വളർത്തിയതാ എന്നെ. മോനെ, ഇതതുപോലെയല്ല. ഈ പെണ്ണ് മഹാകുഴപ്പക്കാരിയാ. ദൈവമേ, എന്റെ മീനാക്ഷിയ എന്നെ കാരുണ്യം എന്ന വികാരം എന്താണെന്ന് പഠിപ്പിച്ചത്.
എന്റെ മീനാക്ഷിയുടെ കണ്ണുകൾ നിറയുന്ന ഒരു കാര്യവും ഞാൻ ചെയ്യില്ല. ഉറപ്പ്. എന്റെ ദേവമ്മയാണ് സത്യം. വേണ്ട. ദേവമ്മേ, ആ മൈഥിലിയോട് എനിക്കിപ്പം വെറും സഹതാപം മാത്രമേ ഉള്ളൂ. അവളെ ഞാനിപ്പോ ഇവിടുന്ന് ഇറക്കി വിട്ട അവളുടെ വീട്ടിൽ അവളെ കയറ്റില്ല. മറ്റെങ്ങും പോകാനിടമില്ലാതെ വരുന്ന അവള് ഒന്നുകിൽ സൂയിസൈഡ് ചെയ്യും, അല്ലെങ്കിൽ തെരുവിലെ മറ്റൊരു എന്റെ മകൾ വളർന്നു വരുമ്പോൾ അവളെ പ്രസവിച്ച അമ്മ ഒരു തെറ്റായ ജീവിതം ജീവിക്കുന്നവളാണെന്ന് അറിയേണ്ടി വന്നാൽ മോനെ, എന്റെ 2 മക്കളാണ് നീയും മീനാക്ഷിയും. നിങ്ങൾക്ക് സന്തോഷ സമാധാനം ഉണ്ടാവണം, അത്രേ ഈ അമ്മയ്ക്ക് ആഗ്രഹമുള്ളൂ. നിങ്ങൾ കരഞ്ഞ കൂടെ കരയാനല്ലാതെ മറ്റൊന്നിനും ആവില്ല മോനെ എനിക്ക്. ഇനി അതങ്ങനെ വിട്ടുകൂടാ. എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം. ഇവരെന്താ പിന്നെ എന്തോ പുതിയ അടവുമായിട്ടാണെന്ന് തോന്നുന്നു ഈ വരവ്. നിന്റെ മുഖം കണ്ടാല് കൃത്യമായി എനിക്ക് വായിച്ചെടുക്കാൻ പറ്റും. വൈശാഖനെ തീരെ പ്രതീക്ഷിച്ചില്ലെന്ന്. തീരെ പ്രതീക്ഷിച്ചില്ല, അത് സത്യം തന്നെ. ആ കല്യാണത്തോടെ പിരിഞ്ഞതല്ലേ നമ്മള്. അല്ല, എന്താണാവോ ഇപ്പൊ ഇവിടെ? കാണണമെന്ന് തോന്നി വന്നു. വന്നതിന് മതിയായ കാരണമുണ്ട്. എന്തായാലും ഞാനൊരിക്കലും നിന്റെ ശത്രുവല്ല, മിത്രവ. ഇന്ദ്രേച്ചി എനിക്ക് വ്യക്തമായിട്ടറിയാം. ചേച്ചി എന്നെ ഇപ്പം മിത്രമാക്കണമെങ്കിൽ ചേച്ചിക്ക് പ്രയോജനമുള്ള എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിരിക്കണം. സംശയം എന്ത്? എനിക്ക് പ്രയോജനമുള്ള കാര്യം തന്നെയാ. പക്ഷെ എന്നേക്കാൾ ഏറെ ഈ അവസ്ഥയിൽ നിനക്കാണ് അത് പ്രയോജനപ്പെടുന്നത്. മനസ്സിലായില്ല. നിന്റെ ഇപ്പോഴത്തെ പ്രശ്നങ്ങളൊക്കെ എനിക്ക് നല്ല കൃത്യമായിട്ടറിയാം. എനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റും. പക്ഷേ തോടിന് കുറുകെ ഒരു പാല ഇടുമ്പോഴേ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടണമല്ലോ. ഞാൻ നിനക്കൊരു ഉപകാരം ചെയ്യുമ്പോൾ അതേ അളവിൽ എനിക്കൊരു ഉപകാരം ചെയ്യണം. അതാണല്ലോ അതിന്റെ ഒരു ശൈലി. നീ സംശയിക്കൊന്നും വേണ്ട. വാക്കു പറഞ്ഞാൽ അത് പാലിക്കുന്നവളാ മാധവ മന്ദിരത്തിലെ ഇന്ദ്രജ. നിനക്കേ 1-2 രൂപയല്ല ഞാൻ പ്രതിഫലം തരാൻ പോകുന്നത്, 10 കോടിയാ. 10 കോടി. 10 കോടിയോ? എന്താ, നിനക്ക് സമ്മതമാണോ? അല്ല, എനിക്കിപ്പോ പണത്തിന് ആവശ്യമുണ്ട്. പണമില്ലാത്തതിന്റെ പേരില മൈഥിലി എന്നിൽ നിന്ന് അകന്നു പോയത്. ഈ പണവും ഞാൻ തരും, മൈഥിലിയെയും തരും. പറയേച്ചി, ഞാൻ എന്താ ചെയ്തു തരണ്ടേ? പറയേച്ചി.
ചെമ്പകമംഗലത്തെ കാലങ്ങളായുള്ള ഐശ്വര്യം അവരവിടെ സൂക്ഷിച്ചിരിക്കുന്ന രത്നങ്ങൾ പതിപ്പിച്ച ഒരു സ്വർണവാള. സ്വർണ്ണവാളോ? അതെ, മരതകവാളെന്നാ അതിന് പറയുന്നത്. കിലോ കണക്കിന് സ്വർണവും രത്നങ്ങളും ഉള്ള ഒരു ഉടവാളാണിത്. അവരുടെ കുടുംബ പാരമ്പര്യത്തിന്റെ അടയാളം. അതെനിക്ക് കിട്ടണം. ജയറാമിന്റെ ഭാര്യയായിരുന്ന എന്റെ അനുജത്തി മാധുരിയുടെ അവകാശമാണത്. അതിരിക്കുന്നിടത്ത് ഐശ്വര്യ. അതിന് ഉണ്ടാകേണ്ടത് എന്റെ കുടുംബത്തിലാ. നീ എന്തു പറയുന്നു? 10 കോടി രൂപ എന്ന് പറയുന്നത് എന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ്. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും. പക്ഷേ നീ അത് അവിടുന്ന് എങ്ങനെ എടുക്കും? അതല്ലേ എന്റെ ദൗത്യം. അതെനിക്ക് വിട്ടേക്ക്. ഇന്ദ്രേച്ചിക്ക് ഞാൻ വാക്ക് തരുന്നു, ഞാൻ അത് എടുത്ത് തന്നിരിക്കും. നിന്നെ എനിക്ക് വിശ്വാസ 100%. കുഞ്ഞുറക്കമാണ് മോളെ? ആ, നല്ല ഉറക്കോ. അത് പകൽ നേരത്തെ ഇങ്ങനെ കിടന്ന് ഉറങ്ങിയാലേ രാത്രി നിങ്ങൾ ഉറക്കില്ലല്ലോ. ആ, അമ്മ പറയുന്നത് ശരിയാ. രാത്രിയിൽ ഉറങ്ങാനേ പറ്റില്ല. ഒരു പോളെ കണ്ണടയ്ക്കാൻ സമ്മതിക്കില്ല. ഇവളെന്തിനാ അടുക്കളയിലേക്ക് വലിഞ്ഞു കയറുന്നേ? അവൾക്ക് വിശക്കുന്നുണ്ടാവും, അതാ. ആഹാരം ചോദിച്ചു വന്ന നാണം കിടത്തരുത്, കൊടുത്തേക്ക്. എന്താ നീ നോക്കുന്നേ? ബീട്രൂട്ട് ഉണ്ടോന്ന് നോക്കിയതാ. എന്തിനാ? കാർത്തിക്കിന് ബീട്രൂട്ട് കൊണ്ടുള്ള കിച്ചടി വലിയ ഇഷ്ടാ. ദേ, നിന്നോടൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. കാർത്തിക്കിന് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ അവന്റെ ഭാര്യ മീനാക്ഷി ഇവിടെ ഉണ്ട്. ഇനി നീ അതിനു വേണ്ടി തീ കായൊന്നും വേണ്ട. കാർത്തിക്കിന് ബീട്രൂട്ട് കിച്ചടി ഉണ്ടാക്കാൻ നടക്കുന്നു. നോണം കെട്ടവള്. ഇവളെന്താ ഇവിടുത്തെ അടുക്കളയില്? പഴങ്കഞ്ഞി തിരക്കി വന്നതായിരിക്കും. കാർത്തിക്കിന് ബീട്രൂട്ട് കിച്ചടി ഇഷ്ടമാണത്രേ, അതുണ്ടാക്കാൻ വന്നതാ. എന്ത്? എങ്ങനെ എങ്ങനെ കേറി കയറി ഇവളങ്ങ് അടുക്കളയിൽ വരെ എത്തിയോ? നോണം കെട്ടവള്. ദേ, കാർത്തികിന്റെ കാര്യം ആലോചിച്ച് നീ തലപ്പുണ്ടാക്കണ്ട. അതിനവൻ കല്യാണം കഴിച്ച പെണ്ണ് ഇതിനകത്തുണ്ട്. കാർത്തിക് കല്യാണം കഴിച്ച പെണ്ണ് ഞാന്. നിയമപരമായി ഇപ്പോഴും. എന്ത് പറഞ്ഞടി ഇവളെ? വേണ്ട, ഇവളുടെ അഹങ്കാരം കണ്ടില്ലേ? ദയ തോന്നി അഭയം നൽകിയതാ, എന്നിട്ട് അവൾ നമ്മളെ ഭരിക്കാൻ നടക്കുന്നു. ദേ, നീ വിളച്ചെടുത്തോണ്ടല്ലോ നിന്റെ കാര്യം ഞാൻ തല്ലി ഒഴിക്കും. പൊടി. സാരില്ല, പോട്ടെ. പിന്നെ അല്ലാതെ
അല്ലമ്മേ ഇവക്കാരാ ഇപ്പൊ ഫോൺ ചെയ്യുന്നത്? എന്തോ കള്ളത്തരമുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ലേ ഇവളൊക്കെ മഹാകുഴപ്പക്കാരിയാ. വിശ്വസിക്കരുത്. നമ്മളൊരു കരുതലോടെ ഇവിടെയൊക്കെ കാണാവൂ. എടാ നീ എന്ത് വിട്ടുതോടായി കാണിക്കുന്നേ? എടീ, ഒരു അത്യാവശ്യ കാര്യം പറയാനാ വിളിച്ചത്. എന്ത് അത്യാവശ്യ കാര്യമാണെങ്കിലും നമ്മുടെ ലക്ഷ്യം നിറവേറും വരെ ഫോണിൽ വിളിക്കരുതെന്നല്ലേ നമ്മൾ തമ്മിലുള്ള എഗ്രിമെന്റ്. എടീ, നമ്മൾ ഇങ്ങനെ ഒരു ഡ്രാമ പ്ലാൻ ചെയ്യുമ്പോൾ നിന്റെ വീട്ടിൽ വെച്ച് പറഞ്ഞതെല്ലാം നീ മറന്നുപോയോ?